ഈ ഇൻസെക്യൂരിറ്റി, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇൻസെക്യൂരിറ്റിയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഇഷ്യമാണ്. നമ്മൾ ഈ പുരോഗതിക്കൊക്കെ അപ്പുറത്ത് ഞങ്ങൾക്ക് ഇവിടെ ഈ രാജ്യത്ത് തുടരാൻ കഴിയുമോ, അല്ലെ ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കും, ഈ ഒരു ടെൻഷൻ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനിടയിലുണ്ട്. കേരളത്തിൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ ഒരു 30% ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട്. അതെപ്പോഴും ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF കിട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷെ അതൊരിക്കലും BJP കിട്ടുന്നില്ല. അതുകൂടി കിട്ടാതെ BJPക്ക് ജയിക്കാൻ ഈ മണ്ഡലത്തിൽ നിന്നല്ല കേരളത്തിൽ സാധ്യമല്ല. അപ്പോൾ ആ മൈനോറിറ്റീസിൻ്റെ ഈ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും? അത് ത്രൂ ഡയലോഗ്. അത് സത്യം പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു കോസ്റ്റൽ മേഖലയിൽ പോയപ്പോൾ നല്ലൊരു പ്രോഗ്രാം കഴിഞ്ഞ് അവിടുത്തെ അമ്മമാരെല്ലാം എന്നെ കൈയെല്ലാം പിടിച്ച് എന്നെ ചായ കുടിപ്പിച്ച് പറഞ്ഞു, ഇപ്രാവശ്യം മോനെ നിങ്ങൾക്കാണ് വോട്ട് തരാൻ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇരുന്നപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ വന്ന് എന്നോട് കൈ പിടിച്ച് പറഞ്ഞു, ഞങ്ങളെ പള്ളി കത്തിക്കല്ലേ, നിങ്ങളെ ആൾക്കാരെ എന്നെ പള്ളി കത്തിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അമ്മയെ പിടിച്ചു ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാരാ ഈ വിഷം തലയിലിടുന്നത്? 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്നത്, ഇങ്ങനെ ഒരു സ്ട്രോങ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ഒരു സ്കീമിലോ ഒരു പ്രോഗ്രാമിലോ ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യാത്തൊരു ഒരു പ്രൈം മിനിസ്റ്ററാണ്. ഒരു സാധനവും ചെയ്തിട്ടില്ല. ചിലർ എന്തെങ്കിലും പറയും, അതാ അല്ലല്ലോ നരേന്ദ്രമോദിജി, അത് അല്ലല്ലോ നമ്മളെ BJP, അതല്ല ഞങ്ങളുടെ സർക്കാർ. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി. ഞാൻ ഒരു സീനിയർ ആർച്ച് ബിഷപ്പിനെ കാണാൻ പോയപ്പോൾ, അദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷസ് കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കമ്പീറ്റിംഗ് കാൻഡിഡേറ്റ് അദ്ദേഹത്തിന് കാണാൻ പോയിരുന്നു. പുള്ളി വിട്ടു, ഞാൻ ഉള്ളിൽ പോയി. ഫാദർ എന്നോട് ചോദിക്കുന്നു, ആദ്യം നിങ്ങൾ ഈ മെജോറിറ്റി കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ പോകുന്നു അല്ലേ? ഞാൻ പറഞ്ഞു, ഇതാരാ പറഞ്ഞു? അല്ല, നിങ്ങളുടെ കോമ്പറ്റേറ്റർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് സാധിക്കുന്ന സാധനമാണോ? എന്തിനാണ് ഓരോന്ന് എക്സ്ട്രീനസ് ഇഷ്യൂ? അല്ല, നിങ്ങളൊരു MP അനന്ത്കുമാർ ഹെഗഡെ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ടിക്കറ്റ് കിട്ടില്ല. കറക്റ്റ്, അയാൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് ജനങ്ങളുടെ മനസ്സിൽ ഈ ഡെലിബറേറ്റ് ഫില്ലിംഗ് ഓഫ് ഫിയർ മോങ്കറിംഗ് എന്ന് പറഞ്ഞത് ഒരു ഡെലിബറേറ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് 2 പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മുടെ നാട്ടിൽ ഒരു 5, 10, 20 കൊല്ലമല്ല, ഒരു 25-30 കൊല്ലമായിട്ട് ചെയ്യുന്ന സാധനമാണ്. ഈ പാർട്ടീസിൽ നിന്നും ഞങ്ങളുടെ കൂടെ ഡെവലപ്മെൻറ്റും പുരോഗതിയിലും കമ്പീറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത് അവർ ഇതെല്ലാം ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നു. അതിന് ഞങ്ങൾ ഓരോരോ കമ്മ്യൂണിറ്റീസിന് പോയി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇഗ്നോർ ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെയും വോട്ട് വേണം. ഞാൻ എല്ലാ കമ്മ്യൂണിറ്റീസിനും പോയിട്ട് സഹായം ചോദിക്കുന്നുണ്ട്. ഞാൻ അവരോട് ഒരു അൺആംബിഗ്വസ് കമ്മിറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു MP ആയാൽ, ഞാൻ MP ആയിക്കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റീസിനെ സേവ ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, താല്പര്യമുണ്ട്. അതാണ് എൻ്റെ DNA.